everyone, welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പാൻകേക്ക് റെസിപ്പിയുമായിട്ടാണ്. ബേസിക് ആയിട്ടുള്ള പാൻകേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, പിന്നെ എടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ എടുത്തത് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ്. പിന്നെ എടുത്തത് 1 മുട്ട, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം, ഒരു ബൗൾ എടുക്കാം. അതിനുശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ടിത് നന്നായി ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് നമുക്ക് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അപ്പം ഞാനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുത്താൽ കട്ടകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ആയിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം. പഴം വെച്ചും പാൻകേക്ക് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാ അടുത്തതിൽ ഞാൻ പഴം വെച്ചുള്ള പാൻകേക്ക് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് ഓയിൽ കൂടി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. ഞാൻ ഓയിൽ യൂസ് ആക്കുന്നില്ല. പാനിലേക്ക് നമ്മുടെ ബാറ്ററി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദോശ പരത്തുന്ന പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെത്താനെ പരന്നു പോയിക്കോളൂ. ഇതിലേക്ക് ഹോൾസ് എല്ലാം വരുന്ന സമയം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഹോൾസ് വരണം. അപ്പം നമ്മുടെ അടിഭാഗം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാൻകേക്കിൻ്റെ ഒരു സൈഡ് റെഡിയായി. ഈ സൈഡ് കൂടി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റിയാണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഞാനിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുകളിൽ ബട്ടർ വെച്ച് അതിൻ്റെ മുകളിൽ മാപ്പിൾ സിറപ്പാണ് യൂസ് ആക്കുന്നത്. ഞാനിപ്പം തേൻ ഉപയോഗിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. മാപ്പിൾ സിറപ്പാണ് ഇതിന് ബെറ്റർ. മുകളിലൊരു ബട്ടർ വെച്ച് അതിന് മുകളിലേക്കായിട്ട് മാപ്പിൾ സിറപ്പ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.